ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ടപ്പോൾ ടൈറ്റിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ 7 പേർ കോളേജിനകത്ത് വരാൻ തുടങ്ങിയായിരുന്നു. 7 പേർ നമ്മളെ കഥനായിക്ക് ഹീറോയി ബുക്ക് എടുത്തുകൊണ്ട് ഒരു നല്ല സ്നാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റൈലായിട്ട് വരാന്നുണ്ടെങ്കിൽ എല്ലാ ബോയ്സ് ഹീറോയിനെ വെച്ച് കണ്ണടക്കാതെ സൈറ്റ് അടിക്കായിരുന്നു. വാവ്, കാണാൻ ഭംഗിയായിട്ടുണ്ടല്ലേ പ്രൊഫസർ, എങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി. അതെ, ഹീറോയാണ്, കോളേജിലെ പ്രൊഫസറാണ്. അങ്ങനെ ഹീറോയിൻ എല്ലാവരും ജോലി വിട്ട് സൈറ്റ് അടിച്ച് നോക്കായിരുന്നു ഹീറോയിനെ. അങ്ങനെ പിന്നെ സ്റ്റുഡൻസ് വാവ്, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയി വന്നായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൾ വന്നു. എന്താ കുട്ടികളെ ഇവിടെ സൈറ്റ് അടിക്കണേ, പഠിക്കാൻ പോകാമെന്ന് മറിച്ചത്. അയ്യോ, ഈ മൊട്ടത്തല്ലേ പ്രിൻസിപ്പൾ വന്നോ, ചേ മാം സൈറ്റ് അടിക്കാൻ പറ്റില്ല അങ്ങനെ എല്ലാവരും അറിഞ്ഞ് അകത്ത് വന്നു. അങ്ങനെ ഹീറോയി വന്നു. ഹീറോയി ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് മാം എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ്, എല്ലാവരും ഇരുന്നു സീറ്റ്. ഓക്കെ, അങ്ങനെയായിട്ട് ഇപ്പോൾ അങ്ങനെ എല്ലാവരും പേര് വരുന്നേ. ഹീറോയി ശരി, എല്ലാവരും വന്നിട്ടുണ്ടല്ലേ? വന്നിട്ടുണ്ട് മാം. ശരി, ഓക്കെ. ഞാൻ തന്ന ഹോംവർക്ക് എല്ലാവരും ചെയ്തോ? എല്ലാം ചെയ്തു കഴിഞ്ഞു മാം. ഹോംവർക്ക് ആരെല്ലാം ചെയ്യാതുള്ളത് എനിക്ക് അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും അണിച്ചു. ശരി, എല്ലാവരും അണിച്ചിട്ടുണ്ടല്ലേ, അങ്ങനെ പറയുന്നു. എല്ലാം അണിച്ചു. ജാക്ക്, നീ എന്താ ഹോംവർക്ക് ചെയ്യാത്തത്? മാം, എൻ്റെ അച്ഛനിക്ക് അസുഖം മാം. എന്ത്, എൻ്റെ അച്ഛനിക്ക് അസുഖം? അപ്പോൾ ഇന്നലെ ആർക്കും അസുഖം? ഇന്നലെ എൻ്റെ അമ്മയ്ക്ക് അസുഖം. അപ്പോൾ നാളെ ആർക്കും അസുഖം? അതെൻ്റെ എനിക്ക് എന്തിനാ പിടിച്ച് കാത്ത് തരുമ്പോൾ തുടങ്ങി. മാം സോറി മാം, മറി അതിലിത് ഞാൻ പിന്നെ ഉച്ചയാകുമ്പോൾ എനിക്ക് ഹോംവർക്ക് മൊത്തം ചെയ്ത് വരണം, മനസ്സിലായാ? പാതി നാളെ ചെയ്ത് വന്നാൽ മതി. ശരി മാം. ഇല്ല, എൻ്റെ അച്ഛനോട് പറയണ വേണ്ട മാം. ജൂലി, യെസ് മാം. ഹോംവർക്ക് എന്താ മാം ചെയ്യാത്ത? മാം ഹോംവർക്ക് ചെയ്തു മാം. അപ്പം എന്നെ ചെയ്യുന്നേ 2 ഏതെന്നുള്ളത് മാം എന്ന് പറഞ്ഞു. ജൂലി, ഇപ്പം നീ എഴുതിക്കോ. താങ്ക്സ് മാം. എഴുതിട്ടായിട്ട് ഉച്ചയാക്കുമ്പോൾ കൊണ്ടുപോകാം. താങ്ക്സ് മാം, താങ്ക് യു. ശരി. മൈക്കിൾ, മാം നീ എന്താ ഹോംവർക്ക് ചെയ്യാത്ത? മാം അത് എന്താ പുതിയ കണ്ടെടുപ്പ്, എന്താ പുതിയൊരു കാര്യം എന്ന് പറയണ്ട മാം. അത് ഞാനീന്ന് പറയായിരുന്നു. മൈക്കിൾ, എന്ത് പ്രശ്നം പറയടാ? മൈക്കിൾ പറയുന്നത് അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ എന്ന് പറഞ്ഞായിരുന്നു. മൈക്കിൾ എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ? ഹീറോയെ ഓർക്കാൻ തുടങ്ങിയായിരുന്നു മൈക്കിൾ. അതെ, ഹീറോയെ ഓൾറെഡി നോക്കിയായിരുന്നു മൈക്കിളിനെ. മൈക്കിൾ, അപ്പം നീയാണോ ഹോസ്പിറ്റലിൽ വന്നത്? അതെ മാം, നിങ്ങൾ അമ്മേനെ കണ്ടിരുന്നു അങ്ങനെ പറയായിരുന്നു. അപ്പം നീയാണോ ഹോസ്പിറ്റലിൽ വന്നത്? അതെ മാം എന്ന് പറഞ്ഞു മൈക്കിൾ. ശരിടാ, ഇരുന്നു എന്ന് പറഞ്ഞു മൈക്കിൾ. അപ്പം നീ ഓതിയിട്ട് വന്നാൽ മതി, നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു മൈക്കിൾ. എല്ലാവരും കേട്ടോ, ഇന്നൊരു ഹോംവർക്ക് തരാം, നിങ്ങൾ നാളെ ചെയ്ത് വരാമെന്ന് പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ മാം എന്ന് പറഞ്ഞായിരുന്നു. ക്ലാസ് എടുത്ത് ഹീറോയെ എടുത്ത് പോയി. അതായിട്ട് ഹീറോയോട് ഒന്ന് സംസാരിക്കുമായിരുന്നു. ഹീറോയ്ക്ക് കോൾ വന്നു. ഹലോ, ഓക്കെ സാർ, ഓക്കെ. എന്നിട്ട് ഹീറോ ഡിന്നർ കഴിച്ചിട്ട് വരാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോ ഡിന്നറെല്ലാം കഴിച്ചിട്ട് അങ്ങനെയായിട്ട് ഓഫീസിൽ പോയി. അങ്ങനെ സ്റ്റുഡൻസ് കുറച്ച് വന്നു. മാം എന്ന് പറഞ്ഞായിരുന്നു. സ്കിം മാം, ആസ് സോഫിയ ആയിരുന്നു. സോഫിയ പറയും, എന്താ പറ്റി? മാം ഇല്ലേ, പ്രിയ മാം? അവർ ഓഫീസിൽ പോയിട്ടുണ്ട്, ഇപ്പോൾ വരും, നിങ്ങളോട് ബുക്ക് വെച്ച് പോയിക്കോ എന്ന് പറഞ്ഞായിരുന്നു. ശരി മാം എന്ന് പറഞ്ഞ് ബുക്ക് അവിടെ വെച്ചിട്ട് അവർ ഓടിപ്പോയി. അങ്ങനെ ഹീറോയി അങ്ങനെ പ്രിൻസിപ്പൾ മീറ്റ് വന്നു. പ്രിൻസിപ്പൾ പറയാൻ തുടങ്ങി, പ്രിയ, അത് നിനക്കൊരു കാര്യം വരണ്ടു. എന്ത് പറ്റി സർ പറഞ്ഞു. ഇല്ല മാ, നിനക്കൊരു പുതിയ ജോബ് കിട്ടിയിട്ടുണ്ടെന്നോ? മാം, നിങ്ങളെന്താ മാം പറയുന്നത്? ഞാനെങ്ങനെ മാം ജോലിക്ക് പോകാൻ പറ്റൂ എന്ന് പറയുന്നത് ഹീറോയി. അതൊരു പ്രിൻസിപ്പൽ മാം ആയിരുന്നു. അവർ പറയാൻ തുടങ്ങി, ഒരു 7 ബോയ്സ് ഉണ്ട്, അവർക്ക് ഇനി ഫസ്റ്റിനെ ടീച്ചറായിട്ട് പഠിപ്പിക്കണം. ഇതേ ടീച്ചർക്ക് ഷോക്കായി. 7 ബോയ്സാ, അവർക്ക് എന്താ ടീച്ചറായിട്ട് പഠിപ്പിക്കുക? പ്ലീസ് മാം പറയുന്നത് കേട്ടോ. മാം, നിങ്ങളൊരു എനിക്കൊരു ചേച്ചി മാതിരിയാണ്, ഞാൻ പറഞ്ഞേക്ക് അങ്ങനെയായിട്ട് പറയുന്നു. ശരി, ഓക്കെ ചെയ്യുമെന്ന് പറയായിരുന്നു. ശരി മാ, നീ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, നല്ലതാണോ? അത് മാത്രമല്ല ഈ കോളേജ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു പ്രിൻസിപ്പൾ. മേഘനുണ്ട്, അവൾ എനിക്ക് ചെയ്യും പറഞ്ഞു. മേഘന റോസിയുണ്ട്. നിൻ്റെ സ്ഥാനത്ത് റോസി വരൂ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് റോസ് വന്നായിരുന്നു. മച്ചി, ഞാൻ ചെയ്യുന്ന പറഞ്ഞു. മാം അങ്ങനെയായിട്ട് പറഞ്ഞു. മാഡം, റോസി വേണ്ട മാം, റോസി എൻ്റെ കൂടെ വരട്ടെ എന്ന് പറഞ്ഞു. റോസിക്ക് ഷോക്കായിരുന്നു. എന്ന് മച്ചി നീ പറയണേ? മാഡം, എൻ്റെ ഫ്രണ്ട് കീർത്തിയുണ്ട് മാം, അവളേക്കിപ്പോൾ ജോബ് കിട്ടിയിട്ടില്ല മാം, ഇപ്പോൾ കുറച്ച് നാൾ എൻ്റെ ജോബാവും നോക്കട്ടെ എന്ന് പറഞ്ഞു. റോസിന് വീട് ബുസ്സൂന്നായിപ്പോയി. ശരി, ഓക്കെ. കീർത്തി വന്നു. മാം, ഇവൾ നല്ല പഠിപ്പിക്കും മാം, എൻ്റെ ഇതെല്ലാം നല്ല പഠിപ്പിക്കും. അപ്പോൾ ഞാൻ നല്ല പഠിപ്പിക്കില്ലേ മാം? ഇവളെൻ്റെ കൂടെ വരട്ടെ മാം. ഇല്ല, അവൾ അച്ഛനമ്മയുടെ വീട്ടില്ല, അത് കുറച്ച് ഇവൾക്ക് എനിക്ക് ജോലിയുണ്ട് മാം.
പ്ലീസ് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ശരിമ്മാ ഇവിടെ റോസിനെ വിളിച്ചോണ്ട് പോകും. റോസി ഹീറോയിനെ നോക്കി മൊറയ്ക്കായിരുന്നു. മച്ചി എന്തിനാ എന്നെ വിളിച്ചോണ്ട് പോകുന്നത്? അതെ ഞാൻ ഒരുത്തി പോയിട്ട് പഠിപ്പിക്കാനാ. അവിടെ 7 ബോയ്സ് ഉണ്ട്. ഞാൻ പോയിട്ട് എന്ത് ചെയ്യാടാ എന്നാ പറയായിരുന്നു. ശരിയടി അപ്പോൾ ഫയൽ കൊടുത്തേനെ ഈ ബോയ്സ്. അങ്ങനെ ഹീറോയും റോസി വീട്ടിൽ വന്ന് ഫയൽ തുറന്ന് ഹീറോയി പറഞ്ഞു ഞാൻ പോവാം, ഞാൻ കുളിച്ചിട്ട് പ്രശ്നിച്ചിട്ട് വരാം. അങ്ങനെ ഹീറോ മിയ വന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ടായിരുന്നു മിയ വന്ന് പറയാൻ തുടങ്ങി. എന്തടി ഇവിടെ നടക്കുന്നതെന്ന് കേട്ടായിരുന്നു. അനുവിനെ മിയ എന്ന് വിളിക്കുമായിരുന്നു ക്യൂട്ടായിട്ട്. അനു വന്നു. എന്തടി ഇവിടെ നടക്കുന്നത്? ഇല്ലടി ചെറിയൊരു പ്രശ്നവും. അങ്ങനെ മിയ നോക്കി. അതെ ഇപ്പം നമുക്കതില്ലേ അനുവിനെ മിയ എന്ന് വിളിക്കാം. മിയ നോക്കി ഷോക്കായി. എന്തടി ഫയല് നോക്കാം. അങ്ങനെ ഫോട്ടോ നോക്കി. 7 പേർ ഫോട്ടോ നോക്കി 2 പേർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് എനിക്ക് ഷോക്കായി. മച്ചി ഇവരതല്ലേ? അതെ അത് ശരിയടി, ഇവരത് തന്നെ. ഇവരെന്തിനാ നമ്മളോട് പഠിക്കാൻ വരുന്ന ഹീറോയും കൂടെ? എടി അങ്ങനെ റോസി പറയാൻ തുടങ്ങി. എടി മിയ ഇവരെ കുറിച്ച് അവൾക്കറിയോ? എന്താ അറിയാത്ത? അറിയൂ. അത് മാത്രമല്ല അവൾക്കും ഇവരെ പിടിക്കും. ഒരു വേള അത് നടന്ന് എന്ത് സംഭവിക്കും? ചേച്ചി അങ്ങനെ ഒന്നും ഇല്ലടി, അങ്ങനെ ഒന്നും നടക്കാലെന്ന് പറഞ്ഞായിരുന്നു 2 പേര്. ശരി അവ വരട്ടെ. അങ്ങനെ ഹീറോയെ കുറിച്ച് പറയാനായിട്ട് വന്നു. മച്ചി നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? നമുക്ക് PTS മെമ്പർ കാണാൻ പോവാം എന്ന് പറഞ്ഞായിരുന്നു. PTS മെമ്പറിന് എങ്ങനെ കാണാൻ പറ്റും? ഫ്രീ പോയിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. റോസി പറഞ്ഞു നമ്മൾ ടിക്കറ്റ് വേണ്ട, പൈസ വേണ്ട, ഫ്ലൈറ്റിൽ പോകാൻ വേണ്ട, നമ്മൾ വേണം ഇവിടെ പോയിട്ട് കണ്ടുവിടാം കാണാമെന്ന് പറഞ്ഞു. അതെങ്ങനെയടി കാണാൻ പറ്റൂ? എടി മച്ചി ഫ്ലൈറ്റ് നമ്മൾ ടിക്കറ്റ് വേണ്ട. എന്താ ഇവിടെ ഇത് റെസ്റ്റോറൻ്റ് ഇല്ലേ? ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ ഹോട്ടലല്ലേ? ഫെയറി ടൈം ഹോട്ടൽ അവിടേക്ക് പോവാം. അവിടെ ഇവരുണ്ടു. നിനക്കത് ലൂസാ വേണം. ഞാൻ പറയുന്നു റോസ നോക്ക് കീർത്തി ഇവളൊന്ന് ചുമ്മാ പറയാ. അങ്ങനെ മിയ പറയാൻ തുടങ്ങി. സാരമില്ലടി ഇവളെ എന്നെ വിളിച്ച് ഇവൾ നമുക്ക് നോക്കാം. എന്നാ ഫയൽ നോക്ക്, ഇവ പറഞ്ഞ് ശരിയാന്ന് പറഞ്ഞായിരുന്നു മിയ. ശരിടി കീർത്തി അങ്ങനെ പറഞ്ഞ് ഫയൽ നോക്കി. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്തടി ഇവർ ഇവിടെ ഉണ്ടോ? അതടി നീ പഠിപ്പിക്കാൻ പോകുന്നത്. ശരി നിങ്ങളോട് 2 പേരോട് ഞാൻ